நேற்றுதான் இன்றுமே என்ன കാലങ്കാർത്താല കനവിലെല്ലാം ഇരിക്കീങ്ക? ഞാനേ പിള്ളേര് പറയുന്നത് പോലെ ഒരു സോളോ ട്രിപ്പ് പോകുന്ന കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ട്രിപ്പാ? ബെസ്റ്റ് ടൈം പോറത്തേക്ക്. നല്ല കോൾഡ്, പനി, കറക്റ്റ് ടൈം. അത് പനി ഇപ്പൊ അങ്ങ് മാറത്തില്ലയോ? അമ്മാ, அந்த ട്രിപ്പ് പോകുമ്പോൾ ഞാനും വരട്ടാ? അയ്യോ, സോളോ ട്രിപ്പ് എന്ന് പറഞ്ഞാലേ ഒറ്റയ്ക്ക് പോകുന്നതാന്ന് കേശു പറഞ്ഞിട്ടില്ലേ? அப்படின்னா நீங்க தனியா போய்க்கோங்க. തനിയെ പോകുന്ന കാര്യമായി പറയുന്നത്. நீங்க പടവലത്തിൽ പോയിക്കോங்க. അയ്യോ, പടവലത്ത് എപ്പോഴും ഞാൻ ഒറ്റയ്ക്കല്ലേ പോകും വരുകയും ചെയ്യുന്നത്. ഇത് വേറെ എവിടെങ്കിലും പോകുന്ന കാര്യമാ. நான் ஒன்னு சொல்லட்டா? நீங்க மதுரைக்கு போங்க, பின்னாடி பஸ்ல நானும் வரேன். അത് വേണ്ട, മധുരയ്ക്ക് ഭക്തിമാർഗമല്ലേ, അത് വേണ്ട. ഞാൻ വേറെ ഏതെങ്കിലും സ്ഥലത്ത് ഒറ്റയ്ക്ക് പോയി ശീലിക്കുന്ന കാര്യമാണ് ഞാൻ നിന്നോട് പറയുന്നത്. நீங்க மரைன் டிரைவ் போங்க. അതിവിടെ അടുത്തല്ലയോ, വേറെ ദൂരെ എവിടെയെങ്കിലും പോകുന്ന കാര്യം പറ. ദൂരെയാ? அம்மா, எனக்கு மதுரை மட்டும்தான் தெரியும் அம்மா. മധുരയ്ക്കൊന്നും പോകാൻ പറ്റത്തില്ല. എന്നാ പിന്നെ ആലോചിച്ചിട്ട് പറഞ്ഞാ മതി. நான் யோசிச்சுட்டு சொல்றேன். ഓക്കേ, பார்க்கலாம். നിങ്ങൾ ആലോചിച്ച് കഴിയൂ? சொல்றேன், யோசிக்கட்டும், டைம் கொடுங்க. അമ്മമ്മേ, ഞങ്ങൾ മാളുവിന്റെ വീട്ടിൽ കളിക്കാൻ പോയിക്കോട്ടെ? ആഹാ, ഇപ്പൊ ഏത് സമയം മാളുവിന്റെ വീട്ടിൽ കളിക്കാൻ പോകുന്ന കാര്യമുള്ളല്ലോ. ഇവിടെ ഇരുന്ന് കളിച്ചാ മതി. പ്ലീസ് അമ്മമ്മ. ഒരു പ്ലീസും ഇല്ല അമ്മമ്മ, ഇവിടെ ഇരുന്ന് കളിച്ചാ മതി രണ്ടുപേരും കൂടെ, എങ്ങും പോവണ്ട കേട്ടോ. ലച്ചേച്ചി ഉണ്ടായിരുന്നെങ്കി ഇപ്പൊ സമ്മേച്ചാനെ. ഇപ്പൊ ലച്ചു ചേച്ചി ഇവിടെ ഇല്ലല്ലോ, ഞാനല്ലേ ഉള്ളൂ. ഞാൻ പറയുന്നത് ഞാൻ കേട്ടാ മതി. അമ്മമ്മ, അവിടെ എല്ലാരും കാത്തു നിൽക്കുവാ. ഞങ്ങൾ ഇപ്പൊ പോയിട്ട് ഇപ്പൊ തന്നെ വരാം. അവിടെ എല്ലാരും കാത്തു നിന്നോട്ടെ, ഇപ്പൊ പോയിട്ട് ഇപ്പൊ വരണ്ട, ഇവിടെ ഇരുന്ന് കളിച്ചാ മതി രണ്ടുപേരൂടെ. അമ്മമ്മ, ഞങ്ങള് ടപ്പനെ പോയിട്ട് ടപ്പനിങ് വരാം. ടപ്പനെ പോയിട്ട് ടപ്പനെ വരണ്ട, പറഞ്ഞത് കേട്ടോ? കനകാൻഡി പ്ലീസ്, കനകാൻഡി ഒന്ന് പറ പ്ലീസ് പ്ലീസ്. அம்மா பாவம் இல்லம்மா, விட்டுடுங்க அம்மா விளையாடுறதுக்கு. കനകം, നീ കൂടുതൽ സപ്പോർട്ട് ചെയ്യല്ലേ, നീ മര്യാദക്ക് ഇരുന്നാ മതി കേട്ടോ. என்னம்மா இது, நாம சின்ன பிள்ளையா இருக்கும்போது எவ்வளோ விளையாடி இருக்கும்போ, நீங்க விளையாடி இருக்கீங்க தானே? ഉണ്ട്. அப்போ இவங்களும் விளையாடட்டும். இப்பத்த பசங்கள் எல்லாம் வீடியோ கேம்ல தானே விளையாடிட்டு இருக்காங்க, இவங்க வெளியில போய் விளையாடணும் தானே சொல்றாங்க. ப்ளீஸ் அம்மா, அனுப்புங்க அம்மா, பாவம். എന്റെ കനകം, അതുകൊണ്ടല്ല. പുറത്തോട്ട് നീ ഒന്ന് ഇറങ്ങി നോക്കിയേ, എരിപൊരി വെയില. രണ്ടും കൂടെ ആ വെയിലത്ത് കിടന്ന് ചാടിയാലേ വാടിപ്പോവും. അമ്മൂമ്മ, ഞങ്ങള് വെയിലത്ത് ഇറങ്ങൂല, ഏതെങ്കിലും തണലത്തിരുന്ന് കളിച്ചോളാം. തണലത്തിരുന്ന് കളിക്കും. ഇന്നലെ എന്തോ പറഞ്ഞായിരുന്നു മക്കൾ ഇവിടുന്ന് പോയത്, തണലത്തിരുന്ന് കളിച്ചോളാന്നാന്നോ? എന്നിട്ട് എന്തായിരുന്നു അമ്മൂമ്മ ഒന്ന് നോക്കിയപ്പോ കണ്ടത്? എല്ലാം കൂടെ ആ പൊരി വെയിലത്ത് കിടന്ന് ചാടുന്നു. എന്നിട്ട് ആ മിട്ടുകൊച്ചിന് പനിയും പിടിച്ചില്ലയോ? പിടിച്ചോ? അത് പിടിച്ച്. അതുകൊണ്ടാ അമ്മൂമ്മ പറഞ്ഞത് വൈകിട്ട് വെയിലൊക്കെ ആറിയിട്ട് മക്കള് പോയി കളിച്ചോ രണ്ടുപേരൂടെ. അതുപോരെ? പോരെന്ന് വെച്ചാ പോരാ. അമ്മൂമ്മ വിടത്തില്ലെങ്കിൽ പിന്നെ എന്തോ ചെയ്യാനാ? എന്നാ പിന്നെന്തോ അടുത്ത പ്ലാൻ എന്തുവാ? ഇവിടെ നിന്ന് കളിക്കുമല്ലയോ? ഹലോ, എന്തോ വേണ്ട, കരിയൊക്കെ മൊത്തം ആക്കി വെച്ചു. നല്ല സുന്ദരിയായിട്ട് ഒരുക്കി വെച്ചതല്ലേ രാവിലെ അമ്മൂമ്മ? ഇതങ്ങ് വെച്ചേ. എന്താ അമ്മൂമ്മ പറഞ്ഞതൊക്കെ സമ്മതമാണോ? കേട്ടായിരുന്നോ? കേട്ടോ? ഓ, എന്നാ ശരി, വെച്ചേക്കട്ടെ. ഇതിവിടെ ഇരുന്നോട്ടെ. എന്താ ആഹാ, നിങ്ങളായിരുന്നോ? അല്ല, നീ എന്താ കളിക്കാൻ വരാത്ത? അമ്മൂമ്മ പറഞ്ഞ് വെയിലൊക്കെ ആറിയിട്ട് കളിക്കാൻ വന്നാ മതി. അയ്യേ, വെയിലൊക്കെ ആറിയിട്ട് വന്നാ മതിന്നാ? വെയിലത്ത് കളിക്കണം, എന്നാലേ വേർക്കുള്ളൂ. വെയിലത്ത് കളിച്ചു കഴിഞ്ഞാൽ പനി പിടിക്കും. അങ്ങനല്ലേ മിട്ടിച്ചോണ്ട് പനി പിടിച്ചേ? ഒന്ന് പോവാറു. വെയിലത്ത് കളിച്ച് തിരിച്ചു വരുമ്പോ ഒരു മോരും വെള്ളം കുടിക്കണം. ആഹാ, അന്തസ്. കിച്ചു, അത് വേണ്ട. എന്തൊന്ന് മോരും വെള്ളം? അയ്യോ, അതല്ല. പിന്നെ
പാറ് പറഞ്ഞ പോലെ നമുക്ക് വെയിലൊക്കെ അറിയിട്ട് കളിക്കാം. അപ്പൊ അതുവരെ നമ്മൾ എന്ത് ചെയ്യും? അതുവരെ നമ്മൾ എന്ത് ചെയ്യും? ആർക്കറിയാം? അതുവരെ നമ്മള് അമ്മൂമ്മക്ക് നന്നായിട്ട് കഥ പറയാറിയാം. അത് എനിക്കറിയാം കഥകള്. അതല്ല, പിന്നെ നിനക്കറിയാത്ത കഥകളൊക്കെ അമ്മൂമ്മയ്ക്ക് അറിയാം. അമ്മൂമ്മയെ കൊണ്ട് കഥ പറയിപ്പിച്ചല്ല. എന്റെ മൂഡ് പോയി. ഒന്ന് പോടാ. അമ്മൂമ്മയുടെ കഥയൊക്കെ പറയുമ്പോഴേ എന്റെ മൂടൊക്കെ അങ്ങ് വന്നോളൂ. ആഹാ, എത്തിയോ വാനരപ്പട? വാനരപ്പടയാ? അങ്ങനെ ഒരു പടയൊക്കെ ഉണ്ട്. അമ്മൂമ്മ നൈസായിട്ട് ഞങ്ങളെ കൊരങ്ങനെ വിളിച്ചല്ലേ? അയ്യോ സോറി, അറിയാതെ വിളിച്ചു പോയതാണേ. എന്താണ് രണ്ടുപേരും കൂടെ? എന്താ പരിപാടി? ഞങ്ങൾ പാറുവിനെയും കല്ലുവിനെയും വിളിക്കാൻ വന്നാ. ബാ നമുക്ക് കളിക്കാൻ പോവാ. വേണ്ട വേണ്ട, നല്ല വെയിൽ അറിയിട്ട് കളിക്കാൻ പോയാൽ മതി. ഇപ്പം ഇവിടെ ഇരുന്ന് കളിച്ചാ മതി. അമ്മൂമ്മ, ഞാൻ ഇവനോട് പറഞ്ഞതാ വെയിലൊക്കെ അറിയിട്ട് കളിച്ചാ മതിന്ന്. എപ്പോ പറഞ്ഞേ? അതൊക്കെ ഞാൻ പറഞ്ഞു, നീ കേൾക്കാത്തതാ. അത് തന്നെ, കുഞ്ഞു പറഞ്ഞതാ ശരി. ഇപ്പം ഇവിടെ ഇരുന്ന് കളിച്ചാ മതി. വെയിലൊക്കെ അറിയിട്ട് നമുക്ക് പുറത്തു പോയി കളിക്കാം. എന്നാ പിന്നെ ഞങ്ങൾ പുറത്തേക്ക് കളിക്കുന്നില്ല. അമ്മൂമ്മ, ഞങ്ങൾക്കൊരു കഥ പറഞ്ഞ. കഥയോ? ഇപ്പോഴോ? ഇപ്പോഴ്. அம்மா இங்க ஒரு கதை சொல்லி கொடுங்க, அதுதான் நல்லது. ஆசைப்பட்டு கேக்குறாங்கல்ல. ഞാനിപ്പോ എന്തോ കഥ പറയാനാ? സൂപ്പർ ഹീറോസിന്റെ കഥ മതി. സൂപ്പർ ഹീറോസോ? അതാരാ? അവര് സ്പൈഡർമാൻ, സൂപ്പർമാൻ, തോർ ഇവരൊക്കെയാ. അയ്യോ, അവരെവിടെ ഉള്ളവരാ? അവരൊക്കെ അമേരിക്കയിലുള്ളവരാ. ഓ, അവരെയൊന്നും എനിക്കറിയത്തില്ല, എനിക്ക് പരിചയമില്ല. ഒരു കാര്യം ചെയ്, അവരുടെയൊക്കെ കഥ മോനങ്ങ് പറഞ്ഞു കൊടുക്ക്. അയ്യേ, ഇവൻ പറഞ്ഞ രസം ഉണ്ടാവൂല. അമ്മൂമ്മ ഞങ്ങ കഥ പറ. അതാ നല്ലത്. അത് തന്നെ, അമ്മൂമ്മനെ പറ. அம்மா சொல்லி கொடுங்க அம்மா. ഞാനിപ്പോ എന്ത് കഥ പറയാനാ? അമ്മൂമ്മയ്ക്ക് അറിയാവുന്നൊരു കഥ പറ, പക്ഷെ എത്രയില്ല അടിക്കണം. ത്രില്ലടിക്കുന്ന കഥ? എന്നാ പിന്നെ നമുക്ക് തുടങ്ങാം. പണ്ടെന്ന് പറഞ്ഞാ പണ്ട് ഇവിടെ ഒരു കാടുണ്ടായിരുന്നു. കാടോ? ഫോറസ്റ്റ്. അതെനിക്ക് മനസ്സിലായി, പക്ഷെ എവിടെ ഈ കാട്? അതൊരു കാവിനടുത്താ. എവിടെ കാവ്? അതിവിടെ അടുത്താ. ഇപ്പൊ ആ കാവൊന്നും ഇല്ല. ഞാൻ കഥ പറയണോ? പണ്ടതൊരു വലിയ കാടായിരുന്നു. പക്ഷെ ഇപ്പൊ അത്രയ്ക്കൊന്നുമില്ല. ആ കാട്ടിലോട്ട് കേറിയാലുണ്ടല്ലോ, പിന്നെ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. ഭയങ്കര ഇരുട്ടായിരിക്കും. ഇപ്പൊ ആ കാടവിടെ പോയി. ആ കാടൊക്കെ വെട്ടിത്തെളിച്ചിപ്പോ അവിടെ എല്ലാം വലിയ കെട്ടിടങ്ങളൊക്കെ ആയില്ലേ. ആ കാട്ടിനകത്ത് എന്താ ഇപ്പൊ വലിയ സംഭവം? വേണ്ടേ, ഞാൻ കഥ പറഞ്ഞു തീരാ, അതിന് ചോദ്യം ചോദിച്ചേക്കരുത്. ആ കാടിനകത്തെ ഒരു കൊച്ചു വീടുണ്ടായിരുന്നു. ആ വീടിനകത്ത് ട്രിയോപ്പ എന്ന് പറഞ്ഞൊരു ഭൂതം ഉണ്ടായിരുന്നു. അതെ, അച്ഛനമ്മയ്ക്ക് നല്ലൊരു പേരിട്ട് കൊടുക്കായിരുന്നു അല്ലേടാ? അതെ, വല്ല റേഹാനോ റോഹാനോ വന്നിട്ടാ മതിയായിരുന്നു. ഇതെന്ത് പേര്? ഞാൻ കഥ പറയുന്നില്ല, ഞാൻ എണീറ്റ് പോകും. ആ ട്രിയോപ്പയ്ക്ക് 300 വയസ്സുണ്ടായിരുന്നു. അല്ല, ആ ഭൂതങ്ങളിൽ ഏറ്റവും ചെറിയ കുട്ടിയായിരുന്നു. അതേന്നേ, ഈ കാടിനടുത്തുള്ള കുട്ടികൾക്കൊക്കെ ഉണ്ടല്ലോ ഈ ഭൂതത്തിനെ വലിയ കാര്യമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഉണ്ടല്ലോ, ഒരു സായിപ്പ് വലിയൊരു കപ്പലില് കൊച്ചി വന്നിറങ്ങി ഈ ട്രിയോപ്പെ കൊണ്ടുപോകാനായിട്ട്. ഈ ട്രിയോപ്പെ കൊണ്ടുപോയാലുണ്ടല്ലോ നമ്മൾ ആഗ്രഹിക്കുന്ന എന്തു കാര്യവും നടക്കും. അതിനുള്ള കഴിവ് ഈ ട്രിയോപ്പ ഭൂതത്തിനുണ്ട്. ശരിക്കും എന്ത് ചോദിച്ചാലും തരുമോ? എന്ത് ചോദിച്ചാലും തരും. ഫുട്ബോൾ ചോദിച്ചാൽ തരുമോ? പിന്നെന്താ, ചോക്ലേറ്റ് ചോദിച്ചാലോ? ഓ, ഇഷ്ടം പോലെ തരും. പാർക്കിൽ കൊണ്ടോ? എത്ര തവണ വേണമെങ്കിലും കൊണ്ടുപോകും. അടിപൊളിയില്. ഭൂതം ഭയങ്കര റിച്ച് ആണല്ലേ? റിച്ച് ആയതുകൊണ്ടല്ല, ആ ഭൂതത്തിന് ഭയങ്കര ശക്തി ഉണ്ടായിരുന്നു. ഓ, മന്ത്രവാദിനാണല്ലേ? മന്ത്രവാദിയല്ല, മന്ത്രവാദി വേറെ, ഭൂതം വേറെ. ട്രിയോപ്പയ്ക്ക് എന്ത് സംഭവിച്ചു? ട്രിയോപ്പയെ പിടിച്ചോണ്ട് പോകാൻ വേണ്ടിയിട്ട് സായിപ്പ് കപ്പലിൽ വന്ന് കൊച്ചിയിൽ ഇറങ്ങിയിട്ട് കാട്ടിലേക്ക് പോയി. എന്നിട്ട് സായിപ്പ് പിടിച്ചാ? എവിടെ, നിങ്ങളെ പോലുള്ള കുറേ കൂട്ടുകാര് ഈ ഭൂതത്തിനുണ്ടായിരുന്നു. അപ്പൊ ഈ ഭൂതത്തിനെ പിടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ ഈ കൂട്ടുകാരൊക്കെ ഒറ്റയ്ക്കായി പോത്തില്ലയോ?
അപ്പൊ അതിന് അവരെന്ത് ചെയ്തു? നിങ്ങളെ പോലുള്ള ആൾക്കാരെന്ത് ചെയ്തു? ഈ ഭൂതത്തിനെ ഒരു ചെപ്പിനകത്തില് അടച്ചങ്ങ് വെച്ചു. ഇത്രയും വലിയ ഭൂതത്തിനെ ചെപ്പിന്റെ അകത്ത് അടച്ചു വെക്കാനാ? അതിനുള്ള ശക്തിയൊക്കെ ആ ഭൂതത്തിനുണ്ട്. വലുതാവാനും പറ്റും, ചെറുതാവാനും പറ്റും. എന്നിട്ടോ? ഈ സായിപ്പ് ഭയങ്കര ദുഷ്ടനായിരുന്നു. ഈ ട്രിയോപ്പായെ കിട്ടാത്തന്റെ ദേഷ്യത്തിന് അവിടെയുള്ള ആൾക്കാരെ മൊത്തം പിടിച്ചോണ്ട് പോയി. എന്തിന്? അയാളുടെ അടിമയാക്കി വെക്കാൻ. അടിമ? ഈ സായിപ്പുണ്ടല്ലോ, എല്ലാരെയും അടിമകളാക്കി വെച്ചു. അക്കൂട്ടത്തിൽ ട്രിയോപ്പയുടെ കൂട്ടുകാരും ഉണ്ടായിരുന്നു. അടിമകളോ? ഈ സായിപ്പുണ്ടല്ലോ എല്ലാരെ കൊണ്ടും ജോലി ചെയ്യിപ്പിക്കും. എന്നിട്ട് ഭക്ഷണം കൊടുക്കത്തില്ല, കിടക്കാൻ ഇടം കൊടുക്കത്തില്ല, കൂടെ ചാട്ടവാറിന് അടിക്കും. അങ്ങനെയായിരുന്നു കൊണ്ടു നടന്നത്. അമ്മൂമ്മേ, ആ ചെപ്പ് പോടുണ്ട്. അതറിഞ്ഞൂടാ, ഏതോ കാട്ടിലുണ്ട്. ആ ചെപ്പിന്റെ കൂടെ ഒരു ചുമന്ന കല്ലിന്റെ മോതിരമുണ്ട്. ആ മോതിരം കയ്യിലിട്ടോണ്ട് ചെപ്പ് തുറന്നാൽ ട്രിയോപ്പ നമ്മുടെ കൂട്ടുകാരാവും. അങ്ങനെ കൂട്ടുകാരായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചോദിച്ചാലും ട്രിയോപ്പ നമുക്ക് നേടിത്തരും. ട്രിയോപ്പ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. നമുക്ക് കൊറേ ചോക്ലേറ്റ് കഴിക്കാം. അമ്മൂമ്മ, ഈ കഥയൊക്കെ ഉള്ളതാണാ? ഞാൻ എന്തിനാ എന്റെ കുഞ്ഞുങ്ങളോട് കള്ളക്കഥ പറയുന്നേ? അമ്മൂമ്മ എപ്പോഴെങ്കിലും ട്രിയോപ്പയെ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് കാണണം. ഈ ട്രിയോപ്പയെ കണ്ട എങ്ങനെ ഇരിക്കും? അമ്മൂമ്മ അറിഞ്ഞിട്ട് ഭൂതോന്നല്ലേ? അപ്പൊ 2 കൊമ്പൊക്കെ ഉണ്ടാവും, ഇല്ല അമ്മൂമ്മേ? കൊമ്പൊക്കെ ഉണ്ടാവും, 2 കൊമ്പുണ്ടാവും. പല്ലുണ്ടാവോ? പല്ല് 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 ചിലപ്പോ കാണുമായിരിക്കും, അറിഞ്ഞൂടാ, കാണും. ഹലോ ജ്യൂസ്. നോക്കളെ, അങ്ങോട്ട് കൊടുക്കും. அம்மா கதை சொல்லி முடிச்சாச்சா? കഥയൊക്കെ പറഞ്ഞു കൊടുത്തു. വേണ്ട, കുടിച്ചാട്ടെ. ജ്യൂസ് കുടിங்க. അമ്മൂമ്മ, വെയിലൊക്കെ അറിയില്ലേ? ഞങ്ങള് കളിക്കാൻ പോയിക്കോട്ടെ? പൊക്കോ, പക്ഷെ വിളിച്ചാ വിളിപ്പുറത്തുണ്ടാവണം. ഓക്കെ. ഞാട്ടെ, ക്ലാസ് എല്ലാരും ഇങ്ങനെ എന്നാ ചേട്ടാ. എന്നാ പിന്നെ പോവാം. പോകാം. ബൈ അമ്മൂമ്മ. ബൈ. വിളിക്കുമ്പോ ഇങ്ങനെ വരണം. ബൈ. എന്തോ ആലോചിക്കുന്നേ? കുഞ്ഞ് ഇച്ചിരി കൂടെ വളർന്നിട്ട് വിടാം. ഇച്ചിരി കൂടെ വളരാനുണ്ട്. എന്നിട്ട് വിടാം. ഇല്ലില്ല, ഇച്ചിരി കൂടെ വരാനുണ്ട്. அம்மா, நீங்க என்ன கதை சொல்லி கொடுத்தீங்க? എനിക്കറിഞ്ഞൂടാ. എനിക്ക് അപ്പ എന്റെ വായിൽ എന്തോ കഥ വന്നു, അത് ചൊല്ലിക്കൊടുത്തു. ഇനി എന്നോട് ചോദിച്ചാ എനിക്കറിഞ്ഞൂടാ. ട്രിയോപ്പ, എന്തൊരു പേരപ്പ. என்னம்மா இந்த ட்ரியோப்பா? ട്രിയോപ്പ എന്ന് പറഞ്ഞ ഒരു വലിയ ചെറിയ ഭൂതം. ഭൂതമാ? കളിച്ചിട്ട് ഒരു രസമില്ല. പിന്നെന്ത് ചെയ്യും? പിന്നെ വേറെ എന്തെങ്കിലും കളിക്കാം. എനിക്ക് ഫുട്ബോൾ കളിക്കാൻ അറിയുള്ളൂ. അയ്യോ, അതിന് ഫുട്ബോൾ കളിക്കാൻ ആകെ 3 പേരുള്ളൂ. പിന്നെ എങ്ങനെ കളിക്കാ? പറഞ്ഞാലും അത് ശരിയാണല്ലോ. എന്ത് കളിക്കും? അമ്മൂമ്മ ഇപ്പൊ വിളിക്കും. എനിക്ക് വേഗം പോണം. പെട്ടെന്ന് പറ. വെട്ടിച്ചേട്ടനുണ്ടെങ്കിൽ വേറെ വല്ല കളിയും പറഞ്ഞാ. ട്രിയോപ്പയെ കിട്ടിയാലും മതിയായിരുന്നു. ട്രിയോപ്പേ? അതാര്? അയ്യോ, അമ്മൂമ്മ പറഞ്ഞു തന്ന കഥയിലെ ഭൂതം. ഓ, ഞാനെ കുറിച്ച് മറന്നുപോയി. എന്നാലും അമ്മൂമ്മ പറഞ്ഞു തന്ന കാട് എവിടെ ആയിരിക്കും? എന്തിനാ? എവിടായിരുന്നെന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ പോയി രക്ഷിക്കായിരുന്നു. രക്ഷിച്ചിട്ട് എന്തിനാ? എനിക്ക് കുറെ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അമ്മൂമ്മ പറഞ്ഞത് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എന്തും കിട്ടുമെന്നല്ലേ?
എവിടെ ആയിരിക്കും? ആ പാറു, എനിക്കറിയാം കാട് എവിടെയാന്ന്. എവിടെയാ? അമ്മൂ അറിഞ്ഞില്ലേ ഒരു കാവിന്റെ അടുത്താണെന്ന്? ഒക്കെ അവിടെ. പണ്ട് എന്റെ വീടിന്റെ അടുത്തൊരു കാവുണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞതാ. ഇപ്പൊ ആ കാവൊന്നുമില്ല, ആരിപ്പം അങ്ങോട്ട് പോകാറുമില്ല. എന്റെ ബലമായ സംശയം ട്രിയപ്പുള്ള കാട് അതാണോന്നാ. കിച്ചു, പാറു, നമുക്കെന്നാ അങ്ങോട്ടൊന്ന് പോയി നോക്കിയാലാ? അയ്യോ വേണ്ട, അമ്മൂമ്മ എങ്ങാണോ അങ്ങോട്ട് പോയെന്ന് അറിഞ്ഞു കഴിഞ്ഞാ പിന്നെ വഴക്ക് പറയും. ആരും അറിയണമെങ്കിൽ പോയാ പോരെ? അത് വേണോ? പിന്നെ ട്രിയോപ്പനെ കിട്ടിക്കഴിഞ്ഞാ രക്ഷപ്പെട്ടില്ലേ? പോകാൻ പാറു. എന്നാ പിന്നെ പോവല്ലേ? ആ പോകാ. നിങ്ങളെല്ലാരും ട്രിയോപ്പയുടെ കാര്യം പറഞ്ഞപ്പോ എനിക്കൊരു കഥ കാണാൻ. പിന്നെ പോവല്ലേ? പോവാ. വഴി അറിയാം നിനക്ക്? അതെനിക്കറിയാം, ബാ. എത്ര നേരമായി പോയിട്ട്. കൊച്ച്, ഞാൻ പറഞ്ഞതാ എളുപ്പം ഇങ്ങ് വരണേന്ന്. പറയുന്ന ഒരു വകയും കേക്കത്തില്ല. എന്തോ ചെയ്യൂന്ന് പറ. அம்மா என்னம்மா இங்க நிக்கிறீங்க? പാറു കളിക്കാൻ പോയിട്ട് ഇതുവരെ വന്നില്ല. பாரு கழிக்கத்தானே போயிருக்கா, வந்துடுவாமா. സമയം എത്ര ആയെന്നാ വിചാരം? பிள்ளைங்க எல்லாம் இருக்காங்கல்ல, அதுக்கு நீங்க எதுக்கு வருத்தப்படணும்? എന്റെ കനകം, എന്റെ ടെൻഷൻ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവത്തില്ല. എനിക്ക് പേടിയാ. பயப்படாதீங்கம்மா, அவ வந்துடுவா. വന്നിടുവാങ്ക. നിനക്കത് പറഞ്ഞോണ്ട് ഇവിടെ ഇരുന്നാ മതിയല്ലോ. என்னம்மா அது? வந்துடுவாங்க, பயப்படாதீங்க. നമുക്കൊരു കാര്യം ചെയ്താലോ? നമുക്ക് ആ മാളുവിന്റെ വീട്ടു വരെ പോയി നോക്കിയാലോ? அது தேவையா? അത് വേണം, തേവയൊക്കെയാണ്. നീ ഒരു കാര്യം ചെയ്, കല്ലൂനെ എടുത്ത് വീടും പൂട്ടിക്കൊണ്ട് വാ. നമുക്ക് അവിടെ വരെ പോയി നോക്കിട്ട് വരാം. വേണമാ? എന്തോ സംശയിച്ച് നിൽക്കുന്ന, നീ പോയിട്ട് വാ, നമുക്കൊന്ന് പോയിട്ട് വരാം. നീ കൊറേ ദൂരം ഉണ്ടോടാ? ആ കുറച്ച് പോണം, നീ വാ. പാറു, മാളു, ഇതിനകത്താ പഴയ കാവ്. ഇതിനകത്താ? കാണുമ്പോ തന്നെ പേടി തോന്നു. നിനക്ക് പേടിയുണ്ടോ? അപ്പൊ നിനക്ക് പേടിയില്ലേ? എനിക്ക് പേടിയുണ്ട്. ഞാൻ നിങ്ങളുടെ ധൈര്യത്തിലാ വന്നേ. ഒന്ന് പോയി നോക്കാല്ലേ? അല്ലേ? ആ പോയി നോക്കാം. വാ. എന്താ പാറു? നമ്മളിങ്ങനെ നടന്നിട്ട് ഒരു കാര്യമില്ല. അമ്മൂമ്മ പറഞ്ഞ ട്രിയോപ്പായ ഏതോ ചെപ്പിനകത്ത് അടച്ചു വെച്ചേക്കാന്നല്ലേ? അതെ. അപ്പൊ ആ ചെപ്പ് നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷെ കാവ് എവിടെയാ? അപ്പ ചെപ്പ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ബാ തപ്പ, നമുക്ക് തപ്പ. മാളു, ഇത് പിടിച്ചേ. എനിക്കും തോന്നുന്നില്ല. എനിക്കും തോന്നുന്നില്ല. മാളു, നമുക്ക് കുറച്ചും കൂടെ അകത്ത് കയറി നോക്കിയാലോ? എന്നാ ബാ, നമുക്ക് നോക്കാം. മാളു, ബോൾ ഇവിടെ വെക്ക്, വരുമ്പോ എടുക്കാം. ഓക്കെ. ഇവിടെ വെച്ചിട്ടുണ്ട്.
ബാ. അതെ, ഞാൻ ഒരു കാര്യം പറയാം. ചെപ്പ് കിട്ടി ട്രേപ്പ് എങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം എന്റെ ആഗ്രഹം പറയും. ഞാൻ പറയും ഞാൻ പറയും ഞാൻ പറയും ആദ്യം. ഞാൻ പറയും ഞാൻ ആദ്യം പറയും. ഞാൻ പറയും ഞാൻ പറയും ഞാൻ പറയും. എന്നാ പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടാ. ഞാൻ ആദ്യം പറയാൻ പോകുന്ന എന്താന്നറിയോ? മിട്ടിച്ചേട്ടന്റെ പനി മാറണം. എന്നാ നീ പറഞ്ഞ അതൊന്നും പ്രശ്നമൊന്നുമല്ല. അതെനിക്കും കുഴപ്പമില്ല. എന്നാ പിന്നെ നമുക്ക് ചെപ്പ് തപ്പാം. എനിക്ക് തോന്നുന്നത് ഇവിടെ എവിടെങ്കിലും ആയിട്ട് കാണുമായിരിക്കും. നമുക്ക് നോക്കാം. വാ. ഇവിടെ നോക്ക്. എല്ലാരും വന്നേ, ചെപ്പ് കിട്ടി. അമ്മ പറഞ്ഞ കാര്യമായിരുന്നല്ലേ. തുറക്ക് പാടൂ. ഇപ്പൊ തുറക്കാൻ പാടില്ല. അമ്മ പറഞ്ഞ കേട്ടില്ലേ, ഒരു ചുമപ്പ് കല്ലിന്റെ മോതിരം കയ്യിലിട്ടിട്ട് വേണം തുറക്കാനെന്ന്. ആ മോതിരം ഇവിടെ എവിടെയെങ്കിലും കാണും. നോക്ക്. അയ്യോ അമ്മൂമ്മ, ഞാൻ എവിടെല്ലാം നിന്നെ അന്വേഷിച്ചെന്നറിയോ? നിങ്ങൾ ഇവിടെ വന്നിരിക്കുവന്നോ? ഈ സന്ധിക്കൂടെ വരുന്നത് നിനക്ക് അറിയത്തില്ല. ഇത് വന്നിരിക്കുന്ന സ്ഥലം ഏതാ? അമ്മൂമ്മ, അമ്മ പറഞ്ഞ ചെപ്പ് കിട്ടി. ചെപ്പോ? ഏത് ചെപ്പ്? അടച്ചിരിക്കുന്ന ചെപ്പ്. ഇനി ആ ചുമന്ന കല്ലിന്റെ ആ മോതിരം കൂടെ കിട്ടിയാ മതി. ചെപ്പും മോതിരം. നടക്കങ്ങോട്ട്, മൂന്നും നടക്കങ്ങോട്ട്. പോ, സന്ധിക്ക് പോങ്ങോട്ട്. அம்மா சும்மா திட்டாதீங்கம்மா. മേടിക്കും കേട്ടോ, നടക്കങ്ങോട്ട്. പോ. നടക്കങ്ങോട്ട്. എവിടെല്ലാം അന്വേഷിച്ച് നടന്നു. എവിടെങ്കിലും പോകുമ്പോ പറയത്തില്ല. വീടിന്റെ അടുത്തുനിന്ന് കളിക്കണമെന്ന് പറഞ്ഞതാ. എവിടെ?